കരിപ്പൂരിൽ കസ്റ്റംസിനെ വെട്ടിച്ചു കടത്തിയ 1 കിലോ സ്വർണം പോലീസ് പിടികൂടി. കരുവാരക്കുണ്ട് സ്വദേശി ഫിറോസ് ആണ് അറസ്റ്റിലായത്. ജ്യൂസർ മെഷീന്റെ മോട്ടോറിനകത്ത് രഹസ്യ അറയുണ്ടാക്കി സ്വർണം ഉരുക്കിയൊഴിച്ചായിരുന്നു കടത്താനുള്ള ശ്രമം. സ്വർണം ഏറ്റുവാങ്ങാനെത്തിയ 2 പേരും പിടിയിലായി. വിവരങ്ങളുമായി അഷ്കർ അലി ചേരുന്നു. അഷ്കർ, കസ്റ്റംസിനെ വെട്ടിക്കാൻ കഴിഞ്ഞു, പക്ഷേ പോലീസ് പിടികൂടി. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. ശ്രുതി, കഴിഞ്ഞ ഒരു വർഷം 2023 ഏകദേശം 190 കോടി രൂപയുടെ സ്വർണ്ണമാണ് കസ്റ്റംസും പോലീസും അതുപോലെ തന്നെ എയർ ഇന്റലിജൻസ് വിഭാഗവും DRA ഒക്കെ പടച്ചേർന്ന് പിടികൂടിയത്. ഇന്ന് 2024 പിറന്ന് അതിന്റെ ആദ്യ ദിവസവും വീണ്ടും സ്വർണ്ണവേട്ട ആരംഭിച്ചിരിക്കുന്നു. ഇത്തവണ കസ്റ്റംസിനെയും അതുപോലെ തന്നെ എയർപോർട്ടിനകത്ത് മുഴുവൻ പരിശോധനകളെയും മറികടന്നെത്തിയ സ്വർണം കരിപ്പൂർ പോലീസാണ് പിടികൂടിയിരിക്കുന്നത്. ഏകദേശം 64 ലക്ഷം രൂപ വില മതിക്കുന്ന 1 കിലോഗ്രാം സ്വർണ്ണവുമായിട്ടാണ് ജിദ്ദയിൽ നിന്നും എത്തിയ കരുവാരക്കുണ്ട് സ്വദേശിയായിട്ടുള്ള ഫിറോസ് പോലീസിന്റെ പിടിയിലാവുന്നത്. ഇയാൾ കസ്റ്റംസിന്റെ പരിശോധനകളൊക്കെ കഴിഞ്ഞാണ് പുറത്തെത്തിയത്. പിന്നീട് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് കരിപ്പൂർ പോലീസ് ഇയാളെ പിടികൂടിയായിരുന്നു. പിന്നാലെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നും സ്വർണം ഏറ്റുവാങ്ങാനെത്തിയ 2 പേരെ കൂടി കരുവാങ്കൊല്ലി സ്വദേശിയായ ഷംസുദ്ദീൻ അതുപോലെ തന്നെ വാണിയമ്പലം സ്വദേശിയായ നൌഫൽ ബാബു, ഇങ്ങനെ 2 പേരെ കൂടി പോലീസ് പിടികൂടുകയും ചെയ്തു. 3 പേരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തിന് വേണ്ടിയാണ് ഇവർ സ്വർണം കടത്തിയതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മാത്രമല്ല അതിവിദഗ്ധമായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ജ്യൂസർ മെഷീനകത്ത് അതിനുള്ളിലുള്ള മോട്ടറുകൾ നീക്കം ചെയ്ത് അതിന്റെ അമേച്ചർ ഭാഗത്തെ കോയിലുകൾ നീക്കം ചെയ്ത് അതിനകത്താണ് സ്വർണം ഉരുക്കി അതിനുശേഷം അത് വിദഗ്ധമായി ഇരുമ്പ് ഷീറ്റ് വെൽഡ് ചെയ്ത് മറച്ചുകൊണ്ട് വളരെ പ്രൊഫഷണൽ മികവോട് കൂടിയായിരുന്നു ഈ സ്വർണ്ണക്കടത്ത്. പക്ഷേ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് തുടർച്ചയായി ചോദ്യം ചെയ്യുകയും ഒടുവിൽ സ്വർണം പിടികൂടുകയുമായിരുന്നു. 999 ഗ്രാം സ്വർണമാണ് ഇതിപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ശ്രുതി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.